നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ എങ്ങനെയാണ് പത്രത്തിൽ എന്ന് നോക്കാം. ഏറ്റവും ആദ്യം മാതൃഭൂമിയാണ്. മാതൃഭൂമി ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള വാർത്ത വെമ്പായത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ വാർത്തയാണ്. ഒരു മരണം, 48 പേർക്ക് പരിക്ക് എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം വിനോദയാത്രയ്ക്ക് പോയ സംഘം സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് ഒരാൾ മരിച്ചു, 40 പേർക്ക് പരിക്കേറ്റു. വെള്ളിയാഴ്ച രാത്രി 10:20 നെടുമങ്ങാട് വെമ്പായം റോഡിൽ ഇരിഞ്ചയത്തിന് സമീപമായിരുന്നു അപകടം. ഓടിക്കൂടിയ നാട്ടുകാർ അപകടത്തിൽപ്പെട്ട ബസ്സിൽ നിന്ന് യാത്രക്കാരെ വേഗത്തിൽ പുറത്തെത്തിച്ചതിനാൽ കൂടുതൽ ജീവഹാനി ഒഴിവായി. കാട്ടാക്കട സ്വദേശി ദാസിനി ആണ് മരിച്ചത്. 49 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. 26 പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും 7 കുട്ടികൾ SIT ആശുപത്രിയിലും ചികിത്സയിലാണ്. പരിക്ക് ഗുരുതരമല്ലാത്ത 15 പേർ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലാണുള്ളത്. ഷാരോൺ വധക്കേസുമായി ബന്ധപ്പെട്ട വാർത്ത വലതുഭാഗത്ത് നൽകുന്നു മാതൃഭൂമി. ഗ്രീഷ്മ കുറ്റക്കാരി എന്നുള്ളതാണ് തലക്കെട്ട്. ശിക്ഷ ഇന്ന് വിധിക്കും, അമ്മയെ വെറുതെ വിട്ടു, അമ്മാവൻ കുറ്റക്കാരൻ. ഷാരോൺ വധക്കേസിൽ 1-ാം പ്രതി ഗ്രീഷ്മ കുറ്റക്കാരി എന്ന കോടതി ശിക്ഷ ശനിയാഴ്ച പ്രഖ്യാപിക്കും. സമാനതകളില്ലാത്ത കുറ്റകൃത്യം നടന്ന് 2 വർഷം പിന്നിടുമ്പോഴാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി. 2-ാം പ്രതി ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടു. തെളിവ് നശിപ്പിച്ചതിന് അമ്മാവൻ നിർമ്മൽകുമാരൻ നായർ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ഒപ്പം വിധി കേട്ട ശേഷം ഗ്രീഷ്മയെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന ചിത്രം അതിന് തൊട്ടു താഴെ നൽകുന്നുണ്ട്. ക്ഷേമ പെൻഷൻ കൂട്ടുമെന്ന സൂചന, ആനുകൂല്യങ്ങൾ ഔദാര്യമല്ല, അവകാശമെന്ന മലക്കം മറിച്ചിൽ. മാസം തോറുമുള്ള ക്ഷേമ പെൻഷൻ 1600 രൂപയിൽ നിന്ന് കൂട്ടുമെന്ന സൂചന നൽകി ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ നയപ്രഖ്യാപനം. ആനുകൂല്യങ്ങൾ അധികാരികളുടെ ഔദാര്യമല്ല, ഗുണഭോക്താക്കളുടെ അടിസ്ഥാന അവകാശമാണെന്ന് സർക്കാർ കാണുന്നതെന്ന മലക്കം മറിച്ചിലും നയപ്രഖ്യാപനത്തിലുണ്ട്. നയപ്രഖ്യാപന പ്രസംഗം നടത്താൻ ആദ്യമായി നിയമസഭയിലെത്തിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, സ്പീക്കർ ഷംസീർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരുടെ നേതൃത്വത്തിൽ ആനയിക്കുന്നു. അതിന് ചിത്രം താഴെ നൽകുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റം കുടുംബത്തെ തൃപ്തിപ്പെടുത്താനാകരുത്. മരിച്ചയാളുടെ കുടുംബാംഗങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം യാന്ത്രികമായ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തരുതെന്ന് സുപ്രീം കോടതി. തെറ്റു ചെയ്യാത്തവർക്കെതിരെ നിയമം ദുരുപയോഗം ചെയ്യാതിരിക്കാൻ അന്വേഷണ ഏജൻസികളെ ബോധവൽക്കരിക്കേണ്ടതുണ്ടെന്നും ജസ്റ്റിസുമാരായ AS ഓഗ, KV വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ച് പറഞ്ഞു. സെയ്ഫ് അലി ഖാൻ സുഖം പ്രാപിക്കുന്നു. മോഷ്ടിക്കാനെത്തിയ ആക്രമിയുടെ കുത്തേറ്റ ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതായി ഡോക്ടർമാർ. 2-3 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് ആശുപത്രി വിടാൻ സാധിക്കുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. മംഗളൂരുവിൽ തോക്ക് ചൂണ്ടി ബാങ്കിൽ നിന്ന് 12 കോടി കവർന്നു എന്ന വാർത്തയ്ക്ക് ഇടതുഭാഗത്ത് ചെറിയ പ്രാധാന്യം നൽകുന്നു മാതൃഭൂമി. രൂപ ഇനി ആഗോള ശക്തി. അന്താരാഷ്ട്ര വ്യാപാര ഇടപാടുകളിലും നിക്ഷേപരംഗത്തും രൂപയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ട വിദേശ നാണ്യ വിനിമയ ചട്ടങ്ങളിൽ ഇളവുകളുമായി റിസർവ് ബാങ്ക്. ഇന്ത്യൻ ബാങ്കുകളുടെ വിദേശ ശാഖയിൽ വിദേശികൾക്ക് നേരിട്ട് രൂപയിൽ അക്കൗണ്ട് തുറക്കാനും ഇന്ത്യക്കാരുമായി രൂപയിൽ ഇടപാടുകൾ നടത്താനും അനുമതി നൽകി. കാകദൃഷ്ടി എന്ന കാർട്ടൂൺ പരമ്പരയിൽ നിന്ന് റോഡിൽ സ്റ്റേജ് കെട്ടിയതിന് AITUC പ്രവർത്തകരെ പരസ്യമായി ശകാരിച്ച ബിനോയ് വിശ്വം. എന്താപ്പത്, ഇതുവഴി വണ്ടിയിൽ പോണവരെ ശകാരിച്ചാൽ പോരായിരുന്നു എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. ഇനി മലയാള മനോരമയിലേക്ക് വരുമ്പോൾ മലയാള മനോരമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള വാർത്ത വെടിനിർത്തൽ ഇസ്രായേൽ മന്ത്രിസഭ അംഗീകരിച്ചു. ബന്ദിമോചനം നാളെ മുതൽ. 95 പലസ്തീൻ തടവുകാരെയും നാളെ മോചിപ്പിക്കുമെന്നുള്ള തലക്കെട്ടുകളോടുകൂടിയാണ് ആ വാർത്ത. ലോകം പ്രതീക്ഷയോടെ കാത്തിരുന്ന തീരുമാനത്തിലേക്ക് ഒടുവിൽ ഇസ്രായേൽ എത്തി. ഗസയിലെ വെടിനിർത്തലിനും ബന്ദികളുടെ മോചനത്തിനുമുള്ള കരാർ ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് അംഗീകരിച്ചു. 15 മാസം നീണ്ട യുദ്ധത്തിന് വിരാമമിടാനുള്ള വ്യവസ്ഥകളാണ് അംഗീകരിച്ചത്. ഇതിന് പൂർണ്ണ മന്ത്രിസഭ അന്തിമ അംഗീകാരം നൽകും. കരാറിന് നാളെ മുതലാണ് പ്രാബല്യം. വിശപ്പിൻ്റെ വിളയിൽ എന്നുള്ള തലക്കെട്ടോടുകൂടി ഒരു ചിത്രം നൽകുന്നു. വിശന്ന് കരയുന്ന കുറച്ച് ആളുകളുടെ ചിത്രം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയെ മലയാള മനോരമ നൽകിയിട്ടുള്ളത് ഷാരോൺ വധം കാമുകി ഗ്രീഷ്മ കുറ്റക്കാരി എന്നുള്ള വാർത്തയാണ്. ഗ്രീഷ്മയെ പോലീസ് അറസ്റ്റ് ചെയ്ത് തിരികെ കൊണ്ടുപോകുന്ന ചിത്രം ഒപ്പം നൽകുന്നു. നെടുമങ്ങാട് ഇരിഞ്ചയത്തെ ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ട അപകടം, ബസ് മറിഞ്ഞ് ഒരാൾ മരിച്ചു. ഇന്നലെ രാത്രി 10:20 അപകടം, ഒട്ടേറെ പേർക്ക് പരിക്ക് എന്ന തലക്കെട്ടോടുകൂടി ആ വാർത്ത ഏറ്റവും മുകളിൽ ഇടതുഭാഗത്തായി നൽകിയിട്ടുണ്ട്. സെയ്ഫ് അലി ഖാനെ മുറിയിലേക്ക് മാറ്റി, ആക്രമിയെ കണ്ടെത്തിയില്ല എന്ന തലക്കെട്ടോടുകൂടി സെയ്ഫ് അലി ഖാന് ഉണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നു മലയാള മനോരമ. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ കേന്ദ്ര നിലപാടിൽ ഉത്കണ്ഠ, അവിശ്രമം വികസനം, നയപ്രഖ്യാപനം പൂർണ്ണമായി വായിച്ചു ഗവർണർ, ലക്ഷ്യം നവകേരളം, ഭരണഘടനാ മൂല്യങ്ങളുടെ പ്രതിബദ്ധത, സർക്കാർ സേവനം ജനങ്ങളുടെ അവകാശം എന്ന അവിശ്രമം വികസനം തലക്കെട്ടോടുകൂടിയാണ് സഭയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ദേശാഭിമാനി ഇന്ന് വളരെ പ്രാധാന്യത്തോടെ ആധിപത്യം നൽകിയിട്ടുള്ളത്.
ഷാരോൺ വധം ഗ്രീഷ്മയും അമ്മാവനും കുറ്റക്കാർ, ശിക്ഷ ഇന്ന് എന്ന തലക്കെട്ടോടുകൂടി ഷാരോൺ വധവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് ഇടതുഭാഗത്ത് ഒട്ടേറെ പ്രാധാന്യം നൽകുന്നു ദേശാഭിമാനി. വലതുഭാഗത്തായി ഇരിഞ്ചയത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ ഒരു മരണം എന്ന തലക്കെട്ടോടുകൂടി ദാസിനി എന്ന മരണപ്പെട്ട ആളുടെ ചിത്രം നൽകി ഒരു ചെറുവാർത്ത നൽകുന്നു ദേശാഭിമാനി. സുഖവിവരം ആരാഞ്ഞ മുഖ്യമന്ത്രി ആശുപത്രിയിലെത്തി, ചേർത്തു പിടിച്ചതിന് നന്ദി ഉമാ തോമസ്. സംഭവിച്ചത് മിറാക്കിൾ തന്നെയാണ്. ഇങ്ങനെ കാണുന്നതിൽ വിഷമമുണ്ടെങ്കിലും ഇപ്പോൾ സന്തോഷം തോന്നുന്നു. നാടാകെ ചേർന്ന് നിന്നു. കല്ലൂർ സ്റ്റേഡിയം ഗാലറിയിൽ നിന്ന് വീണ് പരിക്കേറ്റ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന ഉമാ തോമസ് MLA സന്ദർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ആശുപത്രിയിൽ കഴിയുന്ന ഉമാ തോമസിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിക്കുന്നു. മന്ത്രി KN ബാലഗോപാൽ, CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ എന്നിവർ സമീപമുണ്ട്. ഡോക്ടറും ഒപ്പം നിൽക്കുന്നു. തൊടുകയോടുകൂടി രണ്ടുപേരും നിൽക്കുന്ന ചിത്രം അതിനൊപ്പം നൽകിയിട്ടുണ്ട്. ജന്മഭൂമിയിലേക്ക് വന്നാൽ RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതൻ, എറണാകുളം വിഭാഗ് സംഘചാലക് അമേഡ മാൻ MA വാസുദേവൻ നമ്പൂതിരി സപ്തമാതൃ നാഗശില്പം സമ്മാനിക്കുന്നു. വലതുഭാഗത്ത് അതിൻ്റെ ചിത്രമാണ് ജന്മഭൂമി ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ളൊരു ചിത്രം. വലതുഭാഗത്ത് ഷാരോൺ രാജ് കൊലപാതകം ശിക്ഷാവിധി ഇന്ന്, ഗ്രീഷ്മയും അമ്മാവനും കുറ്റക്കാർ, അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടു എന്ന വാർത്തയാണ് ജന്മഭൂമി ആദ്യ പേജിൽ വലിയ പ്രാധാന്യത്തോടെ നൽകുന്നത്. ഒപ്പം ഭാരത സമ്പദ് വ്യവസ്ഥയ്ക്ക് 6.7% വളർച്ച ലോക ബാങ്ക്. അടുത്ത സാമ്പത്തിക വർഷത്തോടെ ഭാരതത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ 6.7% വളർച്ച കൈവരിക്കുമെന്ന് ലോക ബാങ്ക്. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ലോക ബാങ്കിൽ ഗ്ലോബൽ എക്കണോമിക് പ്രോസ്പെക്ടസ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം. സ്റ്റീവ് ജോബ്സ് ചെറുപ്പത്തിൽ എഴുതിയ കത്ത് ലേലത്തിൽ വിറ്റത് 4.32 കോടിക്ക്. സ്റ്റീവ് ജോബ്സിൻ്റെ ഭാര്യ ലോറിൻ പവൻ മഹാകുംഭമേളയിൽ പങ്കെടുക്കാനെത്തിയപ്പോഴുള്ള ചിത്രം വലതുഭാഗത്ത് നൽകുന്നു. ഭാരതത്തിൽ പോകണമെന്നും കുംഭമേളയിൽ പങ്കെടുക്കണമെന്നും ആഗ്രഹം പ്രകടിപ്പിച്ച ആപ്പിൾ സഹസ്ഥാപകൻ സ്റ്റീവ് ജോബ്സ് 19-ാം വയസ്സിൽ എഴുതിയ കത്ത് ലേലത്തിൽ പോയത് 4.32 കോടി രൂപയ്ക്ക്. ജോബ്സ് യുവാവായിരിക്കെ തൻ്റെ സുഹൃത്തിന് എഴുതിയ കത്താണ് റെക്കോർഡ് തുകയ്ക്ക് വിറ്റുപോയത്. അതിൻ്റെ വലതുഭാഗത്തായി റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന 12 ഭാരതീയർ കൊല്ലപ്പെട്ടെന്ന കേന്ദ്ര സർക്കാർ. ഒപ്പം ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ഗുരുധർമ്മ പ്രചാരണ സഭയുടെ ആഭിമുഖ്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് നടത്തിയ ആചാര പരിഷ്കരണ യാത്ര തിരുവനന്തപുരം ശ്രീനാരായണ ഗുരു പാർക്കിലെ ഗുരുദേവ പ്രതിമയ്ക്ക് മുമ്പിൽ നിന്ന് ആരംഭിക്കുന്നു. അതിൻ്റെ ചിത്രം നൽകിയിട്ടുണ്ട്. ഉൾപേജിലാണ് കൂടുതൽ വാർത്തകൾ. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കുന്ന ചിത്രം ഇടതുഭാഗത്തായി ഏറ്റവും താഴെ നൽകിയിട്ടുണ്ട്. ഒപ്പം അതിൻ്റെ വലതുഭാഗത്തായി ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം, കേന്ദ്രവുമായി ചേർന്ന് ദേശീയപാത വികസനം പുരോഗമിക്കും, PM ഉഷ പദ്ധതിക്ക് കീഴിൽ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തി എന്നടക്കമുള്ള തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. ഇനി കേരള കൗമുദിലേക്ക് വരുമ്പോൾ ഇനി അനുനയം. നിറച്ചിരിയോടെ പുതിയ ഗവർണറുടെ നയപ്രഖ്യാപനം, കേന്ദ്ര വിമർശനത്തിന് മൂർച്ച കുറിച്ച് സർക്കാർ. ഗവർണർ സ്വീകരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രം നൽകിക്കൊണ്ട് ആ വാർത്ത ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ കേരള കൗമുദി നൽകിയിരിക്കുന്നു. അതിൻ്റെ വലതുഭാഗത്തായി ഷാരൂൺ വധക്കേസ്, ഗ്രീഷ്മ കുറ്റക്കാരി, ശിക്ഷാവിധി ഇന്ന്, അമ്മാവനും കുറ്റക്കാരൻ, അമ്മയെ വെറുതെ വിട്ടു എന്ന തലക്കെട്ടോടുകൂടി ഗ്രീഷ്മയുടെ വാർത്ത നൽകുന്നു കേരള കൗമുദി. വലതുഭാഗത്തായി താഴെ ഇടതുഭാഗത്തായി നെടുമങ്ങാട് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ ഒരു മരണമെന്ന വാർത്ത നൽകുന്നു. മരിച്ച ആളുടെ ചിത്രവും അപകടം സംഭവിച്ച സ്ഥലത്ത് തടിച്ചുകൂടിയ ജനങ്ങളുടെയും ടൂറിസ്റ്റ് ബസ്സിൻ്റെയും ചിത്രവും ഒപ്പം നൽകിയിട്ടുണ്ട്. B അശോകനെ കൃഷി വകുപ്പിൽ തുടരാം, സ്ഥലം മാറ്റി ഉത്തരവ് ട്രൈബ്യൂണൽ മരവിപ്പിച്ചു. മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ ഡോക്ടർ B അശോകന് കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി കാർഷിക ഉത്പാദന കമ്മീഷണറായും തുടരാം. IAS കേഡറിന് പുറത്തുള്ള തദ്ദേശ ഭരണപരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷത സ്ഥാപനത്തേക്ക് മാറ്റിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് താൽക്കാലികമായി കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ തടഞ്ഞു. സ്ഥലം മാറ്റം ചട്ടവിരുദ്ധമാണെന്ന് ആരോപിച്ച് അശോക് നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് A ഹരിപാൽ അധ്യക്ഷനും V രമാ മാത്യു അംഗവുമായ ട്രിബ്യൂണൽ പരിഗണിച്ചത്. ആചാരപരിഷ്കരണം സമൂഹ പുരോഗതിക്ക് സ്വാമി സച്ചിദാനന്ദൻ തലക്കെട്ടോടുകൂടി ആചാരപരിഷ്കരണ യാത്ര. ഗുരുധർമ്മ പ്രചാരണ സഭയുടെ ആചാരപരിഷ്കരണ യാത്ര തിരുവനന്തപുരം മ്യൂസിയത്തെ ശ്രീനാരായണ ഗുരു പാർക്കിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ ഉദ്ഘാടനം ചെയ്യുന്ന ചിത്രം വലതുഭാഗത്തായി അതിനോടൊപ്പം താഴെ നൽകുന്നു. തലവര എന്ന കാർട്ടൂൺ പരമ്പരയിൽ നവകേരളം സൃഷ്ടിക്കാം, ദാരിദ്ര്യം ഇല്ലാതാക്കാം നയപ്രഖ്യാപനം. ഹലോ, അടുത്ത വാഴ്ത്തുപാട്ടിനുള്ള മാറ്റർ റെഡി എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. ദീപികയിലേക്ക് വരുമ്പോൾ തോക്കിൻമുനയിൽ ബാങ്ക് കൊള്ള. മംഗളൂരുവിൽ സഹബാങ്കിൽ നിന്നും 12 കോടിയുടെ സ്വർണവും പണവും കവർന്നു എന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു ആദ്യ പേജിൽ. ഏറ്റവും ആദ്യം മംഗളൂരു ഉള്ളാളിനു സമീപം കവർച്ച നടന്ന സഹകരണ ബാങ്ക് ശാഖയ്ക്ക് മുന്നിൽ തടിച്ചുകൂടിയ ജനത്തിന്റെ ചിത്രവും അതിനോടൊപ്പം നൽകുന്നു. നെടുമങ്ങാട് ഇരിഞ്ചയത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ ഒരാൾ മരിച്ചു, 40 പേർക്ക് പരിക്ക് എന്ന തലക്കെട്ടോടുകൂടി ആ വാർത്തയ്ക്കും പ്രാധാന്യമേറെ നൽകുന്നു ദീപികയുടെ ഉൾപേജിലേക്ക് വരുമ്പോൾ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ കൂടിയുണ്ട്. അനുനയ പ്രഖ്യാപനം എന്ന തലക്കെട്ടോടുകൂടി ഇന്നലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സ്വീകരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം മന്ത്രിമാരുടെ ചിത്രം നൽകുന്നു. ബന്ദിമോചനം നാളെ മുതൽ എന്ന തലക്കെട്ടോടുകൂടി ഗാസ വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ മന്ത്രിസഭയുടെ അംഗീകാരം.
എന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു. ദീപിക ആദ്യ പേജിൽ മധ്യഭാഗത്തായി കൃഷി പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ പി അശോകനെ തുടരാൻ CIT അനുമതി എന്നുള്ള വാർത്തയ്ക്ക് വലതുഭാഗത്ത് ചെറു പ്രാധാന്യം നൽകുന്നു. ദീപിക ഗ്രീഷ്മയും അമ്മാവനും കുറ്റക്കാർ, പാറശാല ഷാരോൺ വധം ശിക്ഷാവിധി ഇന്ന്. ആ ഗ്രീഷ്മയും കൊണ്ടുപോകുന്ന ചിത്രം ഷാരോൺ വധക്കേസുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് താഴെ ഇടതുഭാഗത്തായി പ്രാധാന്യമേറെ നൽകുന്നു. ദീപിക രാജു നായർ തയ്യാറാക്കിയ മാവേലിനാട് എന്ന കാർട്ടൂൺ പരമ്പരയിൽ മദ്യ കമ്പനിക്ക് അനുമതി, ഇഷ്ടക്കാർക്ക് ദാനം ചെയ്യാൻ ഇത് രാജഭരണമല്ലെന്ന സതീശൻ. പക്ഷേ വാഴ്ത്തുപാട്ടുകളിൽ സംപ്രീതനാകുന്ന ജനനേതാവാണ് ഭരണത്തിൽ എന്നുള്ളതാണ് എൻ്റെ തലക്കെട്ട്. ഗതാഗത തടസ്സ സമ്മേളനം തടയാൻ സ്ഥിരം സംവിധാനം വേണം ഹൈക്കോടതി. റോഡിലെ ഗതാഗത തടസ്സപ്പെടുത്തി സമ്മേളനങ്ങളും മറ്റും നടത്തുന്ന തടയാൻ സ്ഥിരം സംവിധാനം വേണമെന്ന് ഹൈക്കോടതി. കോടതി ലക്ഷ്യ നടപടി ഇതിന് ശാശ്വത പരിഹാരമല്ല. ഇക്കാര്യത്തിൽ സർക്കാർ നിലപാട് അറിയിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദർ, ജസ്റ്റിസ് S മനു എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി 1 എന്ന വാർത്തയ്ക്ക് ദീപിക വലതുഭാഗത്തെ ചെറുകോളത്തിൽ പ്രാധാന്യം നൽകുന്നു. മാധ്യമത്തിൽ ഇന്ന് ഗസ വെടിനിർത്തൽ കരാറിന് സുരക്ഷാ ക്യാബിനറ്റിന്റെ അംഗീകാരം വഴങ്ങി ഇസ്രായേൽ എന്ന തലക്കെട്ടോടുകൂടി ഇസ്രായേൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു. മാധ്യമം ആദ്യ പേജിൽ തന്നെ. അതിന്റെ ഇടതുഭാഗത്തായി വയനാട് ടൗൺഷിപ്പ് ഒരു വർഷത്തിനകം കേന്ദ്രത്തോട് മൃദുനയം എന്ന തലക്കെട്ടോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ചേർന്ന രാജേന്ദ്ര ആർലേക്കർ എന്ന ഗവർണറെ നിയമസഭയിലേക്ക് സ്വീകരിക്കുന്ന ചിത്രം അതിനോടൊപ്പം നൽകുന്നു. അഴിമതി കേസിൽ ഇമ്രാൻഖാൻ 14 വർഷം തടവ്, ഭാര്യയ്ക്ക് 7 വർഷം എന്ന വാർത്തയ്ക്ക് വലതുഭാഗത്ത് ചെറുകോളത്തിൽ പ്രാധാന്യം നൽകുന്നു. മാധ്യമം ഒപ്പം ഇരുവരുടെയും ചിത്രം. ഷാരോൺ വധക്കേസ് ഗ്രീഷ്മയും അമ്മാവനും കുറ്റക്കാർ എന്ന തലക്കെട്ടോടുകൂടി ഗ്രീഷ്മയുടെ ചിത്രവും നൽകി വാർത്ത നൽകുന്നു. താഴെ മധ്യഭാഗത്തായി പ്രാധാന്യമേറെ നൽകുന്നുണ്ട് ആ വാർത്തയ്ക്ക്. ഒപ്പം വിനോദയാത്രാ സംഘത്തിന്റെ ബസ് മറിഞ്ഞൊരു മരണമെന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു. ചിത്രവും ഒപ്പം നൽകിയിട്ടുണ്ട്. നിർമ്മിത ബുദ്ധൻ എന്ന കാർട്ടൂൺ പരമ്പരയിൽ നിന്ന് അടുത്ത സ്കൂൾ കായികമേളയിൽ കളരിപ്പയറ്റ് മത്സര ഇനമാക്കും മന്ത്രി ശിവൻകുട്ടി. മന്ത്രി അപ്പൂപ്പൻ്റെ തെക്കൻ വീരഗാഥ യൂട്യൂബിൽ കാണും, കണ്ടുപഠിച്ചോളൂ എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. വാർത്തകളും വിശേഷങ്ങളും മറ്റു കാര്യങ്ങളുമായി നാളെ കാണും വരെ നന്ദി, നമസ്കാരം.